ടു സാലന്റ് ലേണിംഗ്. അഖിലാമിസ് ആണ്. സോ യെസ്, നമ്മുടെ അവസാനത്തെ പരീക്ഷ എന്ന് പറയുന്നത് EVS ആണ് അല്ലേ. അപ്പൊ EVSൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, മാറിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളാണ് ഓരോ ചോദ്യങ്ങൾക്കും ഉള്ളത്. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: റീന തന്റെ വീടിന്റെ പരിസരത്ത് സ്ഥിരമായി കാണപ്പെടുന്ന വിവിധ തരം പക്ഷികളെ നിരീക്ഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഓരോന്നും പരിശോധിച്ച് അനുയോജ്യമായ പക്ഷിയുടെ നേരെ നമ്മൾ വരച്ചു ചേർക്കണം. അപ്പൊ മിസ് ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. നമുക്ക് ഇങ്ങനെ എന്ത് തന്നിട്ടുണ്ട്? 2 കോളം ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഓരോ കോളത്തിലായിട്ട് ഇവിടെയാണെങ്കിൽ എന്താണ്? പക്ഷികളുടെ പ്രത്യേകതകളാണ്. ഇവിടെയാണെങ്കിൽ എന്താണ്? ഓരോ പക്ഷികളുടെ പേരുകളാണ്. അപ്പൊ പ്രത്യേകതയ്ക്ക് അനുസരിച്ച് ഓരോ പേരിലേക്കും കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? നമ്മൾ അതിനെ മാച്ച് ചെയ്തുകൊണ്ട് വരച്ച് ചേർക്കണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാടാ. ഫസ്റ്റ് വൺ എന്താണ്? ഫ്ലൈസ് ഹൈസ് അല്ലെ. അതായത് വളരെ എന്താണ്? ഉയരത്തില് പറക്കുന്നുണ്ട്. ആൻഡ് എന്താണ്? യെസ്, പോയിന്റഡ് ക്ലോസ് ആൻഡ് ഷാർപ്പ് ബീക്ക് ചേസസ് ആൻഡ് കാച്ചസ് ദ പ്രേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? വളരെ കൂർത്ത പോയിന്റഡ് ആയിട്ടുള്ള ബീക്സ്, ചുണ്ടുകളുണ്ട്, നഖങ്ങളുണ്ട്. അപ്പൊ ഇതിനെ എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. ഇര തേടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ആരാണത്? നമ്മളുടെ ഈഗിളാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈഗിളിലേക്ക്, ഉയരത്തിൽ പറക്കുന്ന കൂർത്ത നഖങ്ങളുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൂർച്ചയുള്ള ചുണ്ടുകളുള്ള ആളെ നമ്മൾ ഇങ്ങോട്ട് വരച്ചു ചേർത്തു. നമ്മൾ നമ്മുടെ പരുന്തിലേക്ക് എന്ത് ചെയ്തു? വരച്ചു ചേർത്തു അല്ലെ. ഈഗിളിലേക്ക് നമ്മൾ വരച്ചു ചേർത്തു. അടുത്തത് എന്താണ്? അടുത്തത് നോക്കി നിങ്ങൾ. ഹാസ് ബ്ലാക്ക് കളർ അല്ലെ. ബ്ലാക്ക് കളർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രാവൽസ് ഇൻ ഗ്രൂപ്സ്, ക്ലീൻ ദ സറൗണ്ടിങ്സ് അല്ലെ. പരിസരം വൃത്തിയാക്കുന്നുണ്ട്. അപ്പൊ അത് ആരായിരിക്കും? യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാക്കയാണ് അല്ലെ. അപ്പൊ കാക്ക ബ്ലാക്ക് കളർ എന്നും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ കാക്കയിലേക്ക് നമുക്ക് വരച്ചു ചേർക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. അടുത്തത് നോക്കിയേ നിങ്ങൾ. ഈ ഒരു വര മിസ് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ടേ. ഓക്കെ, യെസ്. അടുത്ത നോക്കിയേ നിങ്ങൾ. അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്? അടുത്ത എന്താ നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത്? ഹാസ് സ്മോൾ ബോഡി, ലോങ് ബിഗ്, ഫ്ലൈസ് ഫാസ്റ്റ്. അതുപോലെ തന്നെ എന്താണ്? ഹൺസ് പ്രേ ഫ്രം പോൺസ് ആൻഡ് റിവേഴ്സ് അല്ലെ. ശരീരം എന്താണ്? ചെറുതാണ്, പക്ഷെ നീണ്ട ചുണ്ടുകളുണ്ട്. ആൻഡ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പുഴയിൽ നിന്നും കുളങ്ങളിൽ നിന്നും ഒക്കെ മത്സ്യത്തിനെ പിടിക്കുന്നു. ആരാണ് ഈ തന്നിരിക്കുന്നതിൽ? അത് നമുക്കറിയാം അല്ലേ, നമ്മുടെ പൊന്മാനാണ്, നമ്മുടെ കിങ് ഫിഷർ ആണ്. സോ അങ്ങോട്ടേക്ക് നമുക്ക് എന്ത് ചെയ്യാടാ? മിസ് വരച്ചു ചേർത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യണം? ഈ രീതിയിൽ വരച്ചു ചേർക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്തൊരു പോയിന്റ് ഉണ്ട് അല്ലെ. എന്താണ് അത്? പിന്നെ ആകെ ഒന്നേ ബാക്കിയുള്ളൂ. നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. എന്നാലും നമുക്ക് ആ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇങ്ങനെയല്ലാതെ അഡ്വാൻറ്റേജ് ചോദിച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ വേണ്ടി സാധിക്കും അല്ലെ. അപ്പൊ നോക്കിയോ നിങ്ങൾ. ഇടത്തരം വലിപ്പം, തലയിലെ തൊപ്പി പോലെയുള്ള ഭാഗം, ശക്തിയുള്ള കൂർത്ത നഖങ്ങളാണ്. ആരാണത്? നമ്മളുടെ മീഡിയം സൈസ് ആണ്. തലയിലൊരു ക്യാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ ഷാർപ്പ് ആയിട്ടുള്ള നെയിൽസ് ഉണ്ട് അല്ലെ. അപ്പൊ ആരാണത്? നമ്മുടെ വുഡ് പെക്കർ ആണ്. ആരാണ് വുഡ് പെക്കർ എന്ന് പറയുന്നത്? നമ്മുടെ മരം കൊത്തിയാണ്. ഓക്കെ, യെസ്. അപ്പൊ വളരെ നല്ലൊരു ആക്ടിവിറ്റി ആയിരുന്നു. ഇതേപോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നാളെ നമ്മൾ പ്രതീക്ഷിക്കണം നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ എന്താണ് EVSന്റെ എക്സാമിലായിട്ട്. ഓക്കെ, അപ്പൊ അതാ കഴിഞ്ഞിട്ടില്ല. ഇത് A പാർട്ട് മാത്രമായിരുന്നു. B പാർട്ട് ഉണ്ടടാ. നോക്കാം. ജലത്തിന്റെ സാന്നിധ്യമുള്ളിടത്ത് ഇര തേടുന്ന പക്ഷി ഏത്? വിച്ച് ഈസ് ദ ബേർഡ് ദാറ്റ് ഹൺസ് പ്രേ ഇൻ പ്ലേസസ് where there is water അല്ലെ. where there is water. അപ്പൊ വാട്ടർ, വെള്ളം ഉള്ള സ്ഥലത്ത് ഇര തേടുന്നത് ആരാണ്? ആരൊക്കെ ഉണ്ട് ഇവിടെ? പരുന്ത്, തത്ത അല്ലെ, കൊക്ക്, മൈന. ഈഗിൾ, പാരറ്റ്, ക്രെയിൻ, മൈനയാണ്. അപ്പൊ ആരാത്? നമുക്കറിയാം അല്ലെ. ഓപ്ഷൻ സി കൊക്കാണ്. അപ്പൊ ഞാനിതാ ഇവിടെ എഴുതാം നമ്മുടെ ആളെ പേര് അല്ലെ. എന്താണ്? യെസ്, കൊക്കാണ് അല്ലെ. കൊക്ക്. ഓക്കെ, അല്ലെങ്കിൽ ക്രെയിൻ അല്ലെ. യെസ്, റെഡി? അപ്പൊ നമ്മൾ ആൻസർ എഴുതി. ഇനി സി പാർട്ടും കൂടെ ഉണ്ടടാ. നോക്കാം നമുക്ക്. സി പാർട്ട് എന്താണ്? ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ബിലോ ആണ്. ഇവിടെ കുറേ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിൽ റോങ് വൺ ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ഓൾ ബേർഡ്സ് ഹാവ് സെയിം ബോഡി സ്ട്രക്ചർ. ദർ ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി സ്ട്രക്ചർ ഓഫ് ബേർഡ്സ് ആൻഡ് ഇറ്റ്സ് പ്രേയിങ് മെക്കാനിസം. സം ബേർഡ്സ് ഹാവ് ലോങ് പോയിന്റഡ് ബീക്സ് ആൻഡ് ലോങ് ലെഗ്സ്. ബേർഡ്സ് ഫൗണ്ട് ഇൻ വാട്ടറി പ്ലേസസ് ഹാവ് ഓയിലി ഫെതേഴ്സ് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ്? എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണ്. ആഹാര സമ്പാദന രീതിയും പക്ഷികളുടെ ഘടനയുമായിട്ട് ബന്ധമുണ്ട്. ചില പക്ഷികൾക്ക് നീണ്ട കൂർത്ത ചുണ്ടുകളും നീണ്ട കാലുകളുമാണ്. ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾക്ക് എണ്ണമയമുള്ള തൂവലുകൾ ഉണ്ടായിരിക്കും. ഇതിൽ ഏതാണ്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതാണ് ഇതിനകത്ത് റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? യെസ്, ഈ പറയുന്ന A
വിചിത്രമാണ് അല്ലേ? കാരണം എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ ഓപ്ഷൻ മാത്രമേ ഇടുന്നുള്ളേ. എ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണ്. ഓൾ ബേർഡ്സ് ഹാവ് സെയിം ദ ബോഡി സ്ട്രക്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. കാരണം ബാക്കി മൂന്നും കറക്റ്റ് ആണ്. നമുക്കറിയാം അല്ലെ, ഓരോന്നിന്റെയും എന്താണ്, നമ്മൾ കുറച്ച് മുന്നേത്തെ ക്വസ്റ്റ്യനിലും നമ്മൾ കണ്ടു ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സെയിം അല്ല. അപ്പൊ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിനകത്ത് ചിലപ്പോൾ റോങ് ആയിട്ടുള്ളത്, ചിലപ്പോൾ റൈറ്റ് അല്ലെ, കറക്റ്റ് ആയിട്ടുള്ളതൊക്കെ സെലക്ട് ചെയ്യാൻ പറയും. കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ ആരും എന്ത് ചെയ്യരുത്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ കൂൾ ആയിട്ടിരിക്കുക, വായിച്ചു നോക്കുക, പെട്ടെന്ന് ആൻസർ ഒക്കെ ചെയ്യാം. നമുക്ക് ഒരു പേടിയും വേണ്ട. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് നിങ്ങൾ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമ്മുടെ പ്രാണ ബാച്ചിന്റെ കാര്യം എഗൈൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അഡ്മിഷൻ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇതുവരെ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ബൈ.